ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മീത്രൂസ് കിച്ചണിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഈസി ആയിട്ടുള്ള കൊഴുക്കട്ടയാണ്. ഇതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് വേണ്ടത് പട്ടയരി തലേ ദിവസം തന്നെ കുതിർത്തിട്ട് രാവിലെ അരച്ചെടുത്തതാണ്. ഇതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സവാള, പിന്നെ വേണ്ടത് വറ്റൽമുളക്, പിന്നെ സാധാ പച്ചമുളക്, ഇനി നമുക്ക് തേങ്ങയും വേണം. ഇനി നമുക്കിതൊന്ന് കടുക് താളിക്കാനായിട്ട് വേണ്ടത് കുറച്ച് കടലപ്പരിപ്പുമാണ് കേട്ടോ. ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ വരഞ്ഞ കടലപ്പരിപ്പും കടുകും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി പൊട്ടി വരുമ്പോൾ അതിലോട്ട് നമുക്ക് സവാളയും വറ്റൽമുളകും പച്ചമുളകും കൂടിയിട്ട് ഒന്നിട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സവാളയൊക്കെ ഒന്ന് നന്നായി വണങ്ങുന്ന വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മട്ടേരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ തന്നെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയമാകുമ്പോൾ ഉപ്പിട്ട് കൊടുത്താൽ മതിയാകും. ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഇതൊന്ന് നന്നായി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ കേട്ടോ. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നമ്മൾ പിടിക്കുന്നത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇതിങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉരുണ്ടയാക്കിയിട്ടും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഡിഷ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.